വില്ലുമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ നിരവധി തവണ പ്രത്യക്ഷനായിട്ടുണ്ടത്രേ. വില്ലുമംഗലം ഓരോ രാത്രിയിലും ഭഗവാനെ ഓരോ ഭാവത്തിലും രൂപത്തിലും സ്തുതിച്ചു കൊണ്ടേയിരിക്കും. സ്വാമിയാർക്ക് വ്യത്യസ്ത രൂപത്തിൽ പ്രത്യക്ഷനായി ദർശനം നൽകാറുമുണ്ടായിരുന്നു. സ്വാമിയാർ കണ്ണനെ താമരയിലിരിക്കുന്ന രൂപത്തിൽ സ്തുതിച്ചു തുടങ്ങി. സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ താമരക്കണ്ണ എന്ന് നീട്ടി വിളിച്ചതോടെ കണ്ണൻ താമരയിൽ തൃക്കൈവെണ്ണയോട് കൂടിയിരിക്കുന്ന ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. പുലർച്ചെ തിരുനട തുറക്കാൻ നേരമായി. കണ്ണൻ നോക്കിയപ്പോൾ നട തുറക്കാൻ മേൽശാന്തി എത്തുന്നു. ശ്രീകോവിലിനുള്ളിൽ എങ്ങനെയെങ്കിലും പ്രവേശിക്കണം. കണ്ണൻ ക്ഷേത്രത്തിലേക്ക് ഓടി. കണ്ണന് പിന്നാലെ സ്വാമിയാരും ഓടി. അപ്പോഴേക്കും മേൽശാന്തി എത്തി. കണ്ണൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ മേൽശാന്തി താക്കോലിട്ട് നട തുറക്കാൻ പോകുന്നതേയുള്ളൂ. അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുമ്പായി ഉള്ളിൽ കയറുന്നതിനായി കണ്ണൻ വടക്കേ ചുമരിലൂടെ ശ്രീകോവിലിനകത്തേക്ക് ഓടിക്കയറിയത്രേ. ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നത്രേ കണ്ണൻ. ആ രൂപത്തിൽ കണ്ണൻ ചുവരിൽ പതിഞ്ഞാണ് ശ്രീകോവിലിനുള്ളിലേക്ക് പോയത്. ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ പിറ്റേ ദിവസം ചുവരിൽ പതിഞ്ഞ ഭാവരൂപത്തെ മറ്റുള്ളവരുടെ സഹായത്താൽ ചുവരിൽ വരച്ചു അത്രേ. ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രകോവിലിൻ്റെ പുറംചുവരിൽ താമരയിലിരിക്കുന്ന ഈ കണ്ണൻ്റെ മനോഹരമായ ചുമർ ചിത്രമുണ്ട്. നിങ്ങളിനി ഗുരുവായൂരിൽ പോകുമ്പോൾ ഈ ചിത്രം കാണാനും ഒപ്പം ഈ കഥ സ്മരിക്കാനും മറക്കല്ലേ. ഹരേ കൃഷ്ണ.